മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ധനം ചെലവഴിക്കുന്ന വിഷയത്തിലെ ഡിസിപ്ലിൻ, അച്ചടക്കം, സൂക്ഷ്മത അത് മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ദൂർത്തടിക്കുന്നവരായി നാം നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും മാറ്റാൻ പാടില്ല. പക്ഷേ ഇന്ന് ഭർത്താവിൻ്റെ ഉപ്പയുടെ വരുമാനം എന്താണ് എന്ന് നോക്കാതെ ചെലവഴിപ്പിക്കുന്ന മക്കളും ഇണകളുമാണ് വീടുകളിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലിയൂഫിഖു ദൂ സഅതിൻ മിൻ സഅതി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ്. അല്ലാഹു കഴിവ് നൽകിയവർ ആ കഴിവിൽ നിന്ന് ചെലവഴിക്കട്ടെ. എന്നാൽ അല്ലാഹു കഴിവ് കുറച്ച് നൽകിയ ആളുകൾ അതിൽ നിന്ന് ചെലവഴിച്ചാൽ മതി, അതിൻ്റെ അപ്പുറം നിങ്ങൾ ചെലവഴിക്കരുത്. എന്നാൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ചെലവഴിപ്പിക്കുകയാണ്. എന്തിനും ഏതിനും പാർട്ടി, എന്തിനും ഏതിനും ചിലവ്. മക്കൾ ചിലവ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പാർട്ടിയുണ്ട്, ഇങ്ങനെ പാർട്ടിയുണ്ട്, സ്കൂളിൽ ആ പാർട്ടിയുണ്ട്, കൂട്ടുകാരുമായി വേറെ, ഏറ്റവും അടുത്തവരുമായി വേറെ, ഇങ്ങനെ ഒരുപാട് പാർട്ടികൾ. അതേപോലെ തന്നെ അനാവശ്യമായ സൽക്കാരങ്ങൾ. ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നത് പോലും ഒരുപാട് ചെലവുകളുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നു. വിവാഹ നിശ്ചയം ഒരുപാട് ചെലവുകളുള്ള കാര്യമായി മാറിയിരിക്കുന്നു. അങ്ങനെ എല്ലാ വിഷയത്തിലും ചെലവഴിപ്പിക്കുക തന്നെ. അങ്ങനെ കടം വാങ്ങി ആ വീടിൻ്റെ എല്ലാ ഹൈറുകളും ബറക്കത്തുകളും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അതുണ്ടാവാൻ പാടില്ല. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദൂർത്തടിക്കുന്നവർ പിശാചിൻ്റെ മിത്രങ്ങളാണ്. നല്ല നിലക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അച്ചടക്കമുള്ള ഒരു കുടുംബമായി മാറേണ്ടതുണ്ട്.